ജൂനിയർ പ്രോജക്റ്റ് മറ്റ് സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. പോലീസ് സേനയിൽ പ്രവേശിച്ച് ഇത് 3ാമത്തെ വർഷമാണ്. ആദ്യത്തെ ഓണം കെപ്പിയിലായിരുന്നു. 2ാമത്തെ ഓണം പ്രവേശനസേനയിൽ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു. എന്തുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ അലങ്കരിച്ച പോലെ പൂക്കളും മറ്റുമൊക്കെയായി അലങ്കരിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഒരു സജ്ജീകരണമൊന്നും ലാസ്റ്റ് വർക്ക് ചെയ്ത സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവർക്ക് ഈ ഓണാഘോഷം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും എന്നതാണ്. ആദ്യമായി തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ റിട്ടയർഡ് SP ശ്രീ രഞ്ജിത്ത് TP സാറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീ മെൽവിൻ സാറിനെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ പറയാൻ നിയോഗിക്കപ്പെട്ട ശ്രീ രാജീവൻ SI, ശ്രീ പ്രജിത്ത് SI, ശ്രീ സുഭാഷ് SI, ശ്രീ സുരേഷ് ആശംസ സംസാരിക്കുന്ന സുഭാഷ് ASI, സുരേഷ്, ശ്രീമതി ബിന്ദു ASI, അതുപോലെ നിതീഷ്, മറ്റ് സഹപ്രവർത്തകരെ, അതുപോലെ നമ്മുടെ ഓണാഘോഷം നമ്മളെല്ലാവരും ഇവിടെ സംയുക്തമായി സംഘടിപ്പിക്കുകയാണ്. ഞാൻ ചുരുങ്ങിയ ദിവസങ്ങളെ ആയുള്ളൂ കാസർഗോഡ് സ്റ്റേഷനിൽ ജോലി ചെയ്തത്. ശരിക്കും വളരെ എനിക്ക് മുന്നേ കുറച്ചുകൂടി പുതിയ ആൾക്കാരാണ് ഞാനുമായിട്ട് ഒന്നിച്ച് ജോലി ചെയ്തത്. അങ്ങനെ പരിചയമില്ല. എന്നാലും ജോലിയും കഴിവുള്ളവരാണ് എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി ഓണാശംസകൾ നേരുകയാണ്. നമ്മുടെ ഈ കണ്ണൂർ റേഞ്ചിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഓഫീസറായിരുന്ന രഞ്ജി സാറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സാറിനെ സ്വാഗതം ചെയ്തതാണ്. എന്നാലും എൻ്റെ വ്യക്തിപരമായ പേരിൽ സാറിനോട് എനിക്ക് വർഷങ്ങളായി അടുപ്പമുണ്ട്. സാറിൻ്റെ കൂടെ ഞാൻ കണ്ണൂർ കാസർഗോഡ് ഞാൻ ജോലി ചെയ്യുന്നതാണ്. സാറിനെ ഒരിക്കൽ കൂടി ഈ പരിപാടി വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. ഓണാഘോഷത്തിന് ഉപരിയായി രാജീവന് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നതിനുള്ള ഒരു യാത്രയായിട്ട് ഇറങ്ങി. അതുപോലെ 3 പേർക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയതിലൂടെയുണ്ട്. 2 രതീഷുമാർക്ക്, മോഹനുണ്ട്. ഇവർക്കൊക്കെയുള്ള ഗംഭീരമായ സ്വീകരണ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ ഇതിലൊക്കെ ഏറെ അഭിമാനം കൊള്ളുകയാണ്. ഇന്നിപ്പോൾ സുനിൽ പോലുള്ള ആളുകൾക്കും സുനിൽ പൂവാറ്റി അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ മെഡലുകൾ കിട്ടിയിട്ടുള്ളവർക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷണൽ റേഞ്ചുമായി പ്രവർത്തിക്കുകയാണ്. നെല്ലൂർ ഒരുവേള പോലീസ് ആയി വർക്ക് ചെയ്യുകയാണ്. അതിൽ നിന്ന് ധീരമായി തന്നെ പൊരുതി വേണ്ടി സബ് ഇൻസ്പെക്ടറായി മുന്നോട്ട് വന്ന ആളുകളാണ്. ഇവരൊക്കെ എന്റെ ശിഷ്യഗണത്തിലാണ്. ഏറ്റവും അഭിമാനം എന്ന് തോന്നുന്നത് രാജീവൻ ഇവിടെ ഉള്ളതാണ്. കാരണം രാജീവൻ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു സ്പിരിറ്റ് കേട്ടപ്പോൾ കഥയുണ്ട്. അതിൽ ഇഞ്ചുറി പറ്റിയ ആളാണ് രാജീവൻ. സീതാങ്കുടിയിൽ വെച്ച് ഞങ്ങൾ ഒരു കാറുമായിട്ട് ഞങ്ങൾ പോലീസ് വണ്ടി പിടിച്ചപ്പോൾ കാറ് ഒരു കുഴിയിലേക്ക് വന്നു. അതിന് സ്പിരിറ്റ് പിടിച്ചു. അന്ന് മുറിവ് പറ്റിയാണ്. അത് നമ്മൾ തുടക്കമായിരുന്നു. സർവീസിന്റെ ഒരു പ്രയാണത്തിന്റെ ഒരു തുടക്കമായിരുന്നു. അങ്ങനെ ഒരു ആളെ കൂടി ആദരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അതിലേറെ സുന്ദരമായ ആൾക്കാരൊക്കെ അവരൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കുമ്പോൾ 80 സർവീസ് എൻട്രി ഉണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം 60-ലധികം ഫുഡ് സർവീസ് എൻട്രികൾ എൻ്റെ കൂടെ ജോലി എടുത്തപ്പോൾ അത് കിട്ടിയതായിട്ട് ഞാൻ അഭിമാനിക്കുന്നു.
ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആർജിച്ച വിജയങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി തരുമ്പോൾ അതിന്റെ ചെറുകയാണ് ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഷോൾഡറിലൂടെയാണ് ഞങ്ങളൊക്കെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നേതൃപരമായ കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്യുമ്പോഴും സബോർഡിനേറ്റ്സ് ആയ ആളുകളെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് തന്നെയാണ് ഞാനൊക്കെ മുന്നോട്ട് പോയത്. ഇനി വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് കുറേ വർഷങ്ങളിൽ നിന്ന് പല ഓഫീസർമാരുടെയും മെഡലുകൾ തരുമ്പോൾ അതിന്റെ എന്റെ കൈവപ്പും ഉണ്ടാകുമെന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമാണ്. ഞാൻ ഒരിക്കലും എനിക്ക് വേണമെങ്കിൽ എനിക്ക് മാത്രം എഴുതിയെടുക്കാമായിരുന്നു. അങ്ങനെയാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. എന്റെ കൂടെ എല്ലാവരും കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. ഇപ്പോ ഈ വലിയ ഇവിടുത്തെ കുടുംബ കേസ് പോലും വന്നപ്പോഴും അതന്നെയാണ് സംഭവിച്ചത്. അത് ഞങ്ങൾ 10-15 ഓഫീസർമാർക്ക് അതിന്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ല. കിട്ടാതെ ആരും പരസ്പരം തള്ളി പറഞ്ഞൊന്നുമില്ല. നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് പരസ്പരം പങ്കുവെച്ച് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഐക്യമൊന്നും തന്നെയാണ് മഹാബലം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പോലീസിനകത്ത് സംഘടന കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു പോലീസ് ഓഫീസർ എന്നതിൽ പൊതുജനം നമ്മുടെ കൈ കാണുന്നത് പോലീസ് ഓഫീസർ എന്ന് തന്നെയാണ്. അതിനകത്തെ മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. അപ്പൊ അത് നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് ജനകീയമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളെ ശക്തിപ്പെടുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും സിവിൽ സർവീസ് നടത്തിയിരിക്കുന്നതാണ്. ഒരു 6 ദിവസം പോലീസിന്റെ കാര്യത്തിൽ ഒരിക്കലും ഇടപെടില്ല. പക്ഷെ നിങ്ങളുടെ വീഴ്ച എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ വീഴ്ച തിരുവനന്തപുരം മുതൽ താഴോട്ട് കാസർഗോഡ് വരുന്ന സ്ഥലങ്ങളിൽ അതിന് പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടുന്ന മറ്റ് സഹപ്രവർത്തകരെ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ വിശേഷ ഓണാശംസകൾ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ കരകൗശല പോലീസ് ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമുക്ക് കണ്ടക്ട് പറ്റുന്ന വളരെ നല്ല കാര്യമാണ്. ഇന്നലെ രാത്രി മുതൽ ഇതിൻ്റെ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. രാത്രി മുതൽ പൂക്കളത്തിനൊക്കെ ആയിട്ട് നല്ല വളരെ നന്നായിരുന്ന പൂക്കളെല്ലാം കണ്ടായിരുന്നു. വളരെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടാണ് എല്ലാവരും ഇൻവെസ്റ്റിഗേഷനായാലും എല്ലാത്തിനും വളരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. ഇത് സാറിപ്പോഴും പറയായിരുന്നു, നമ്മൾ CBI തരുമ്പോൾ നമ്മളെല്ലാം വായിച്ച് നോക്കിയിട്ട് പുറത്തിറക്കിയിട്ട് ഒപ്പിട്ട് കൊടുക്കാവൂ എന്ന് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ചൂണ്ടിക്കാണിച്ച് അത് കറക്റ്റ് ചെയ്യാനൊക്കെ എപ്പോഴും പറയാറുണ്ട്. സാറെ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. CBI വായിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യാറുള്ളൂ. സാറ് നല്ലൊരു എക്സാം തന്നെയാണ്. പിന്നെ സാറ് കുറച്ച് മാസങ്ങൾ കൂടി സർവീസ് ഉള്ളതായിട്ടാണ്. അപ്പോൾ നല്ലൊരു ആഘോഷം പഴയകാലത്തൊന്നും കിട്ടാതിരുന്ന വിദ്യാർത്ഥി സംഖ്യയാണ്. പക്ഷെ ഇതിപ്പോ നമ്മുടെ ലഘുദോസ് നമ്മുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഒരു മാറ്റത്തിന്റെ തീർച്ചയായിട്ടും ഇവിടെ വ്യക്തിഗതമായിട്ട് ഒട്ടു വളരെ പേർ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിഗതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷന്റെ ഹാർദമായിട്ടുള്ള സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആഘോഷ പരിപാടികളിൽ അതോടൊപ്പം തന്നെ രാജീവ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO ആയിട്ട് പോകുന്ന വളരെ സൗമ്യനായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയുകയും തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എടുക്കാവുന്ന ഒരു വ്യക്തിപ്രഭാവമുള്ള ഒരു മനുഷ്യനാണ്, ഒരു പോലീസ് ഓഫീസറാണ് തീർച്ചയായിട്ടും രാജീവ് സാർ. കുറച്ചു കാലം മാത്രമാണ് സാറിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വളരെ സ്നേഹപൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിയുന്ന പരമാവധി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചു. എന്നെ ഇവിടെ ആദരിച്ച ഈ സാരി എല്ലാവർക്കും അവരോടും സർവീസിൽ പൂർത്തിയാക്കി ഈ ജനുവരി മാസം ആണ് ഞാൻ റിട്ടയറായി പോകേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഇതുപോലെ അതിനിടയിൽ വന്നൊരു
നമുക്ക് ഏത് ആവശ്യത്തിനും എപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ടാവും. സർവീസ് ഉണ്ടായ സമയത്തും ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ കാസർഗോഡ് ജില്ലയിൽ പണിയെടുക്കുന്നത് പോലീസുകാരുടെ ഉത്സവമായാലും പ്രശ്നങ്ങളായാലും ഏതൊരു ആവശ്യത്തിനും സാറ് ഒരു ഫോൺ കോളിൽ സാറ് ഇതിന്റെ തീരുമാനം ആക്കി തരുന്ന പറയുന്നു. പലർക്കും അറിയില്ലെങ്കിലും സാറ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് പോലീസുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സാറ് കൂടെ മുംബൈയിൽ 96 AAPയുടെ സ്ഥലത്ത് ഡ്യൂട്ടി തുടങ്ങിയ ആ ബന്ധം ഇപ്പോഴും 32 വർഷത്തിനും സൂക്ഷിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് പോലീസ് സ്റ്റേഷന്റെ ഒരു കൂട്ടായ്മ മറ്റ് സ്റ്റേഷനുകൾ തന്നെ മാതൃകയായ ഈ കൂട്ടായ്മ ഭാവിയിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമുക്ക് സാറ് വിളിപ്പിക്കുന്നതും സാറ് മനസ്സൊക്കെ എവിടെയുള്ളത് അറിയാം. അപ്പോൾ ഈ ആഘോഷം നമുക്ക് പോലീസുകാർക്ക് അപൂർവമായി വീണ്ടെടുക്കുന്ന ഈ ആഘോഷം പരിപാടി നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ 2026 സ്വീകരിച്ച് കാസർഗോഡ് ജില്ലയിലെ ഓരോ പോലീസുകാരും ജീവിതം അവസാനിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട രജി സാർ. ശരിക്കും രജി സാറിന്റെ കാലഘട്ടം ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. ഇന്നും പല ആളും പറയുന്നതാണ് രജി സാറിന്റെ നമുക്കൊന്നും പേടിക്കണ്ട, അതാണ് ആ ഒരു രീതിയിൽ ഒരു സമീപനമായിരുന്നു സാറിന്റെ ഭാഗത്ത് നിന്ന് കാസർഗോഡ് ജില്ലയിലെ പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരേ ഇതോടുകൂടി ഏകോപിപ്പിച്ചുകൊണ്ട് സാറ് സർവീസ് ചെയ്യുന്ന നല്ല ആശംസകൾ പറയുന്നു. അതുപോലെ നമ്മുടെ സ്റ്റേഷന്റെ എറണാകുളത്തായി സാറ് ഈ ഒരു 7 മാസം മാത്രമേ ഉള്ളൂ. ഞാൻ കരുതിയത് സാർ പോകില്ല, ഇവിടെ തന്നെ തുടരുന്നതാണ്. പക്ഷെ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാർ എപ്പോഴും പുറത്തൊരു വിദ്യാഭ്യാസത്തിന് കയറി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ SHO റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ SHO ആയി പോവുകയാണ്. സാറിന് ഇനിയുള്ള അങ്ങോട്ടുള്ള സർവീസ് നല്ല ഒരു ഐശ്വര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ചെയ്തു തീർക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിയ ജില്ലാ പോലീസുകാർക്കും ഓഫീസേഴ്സിനും ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമുക്കറിയാം ഏറെ തിരക്കുപിടിച്ച ഈ പോലീസ് എങ്കിലും പോലീസ് സ്റ്റേഷനിൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തോടെ കഴിയുന്നതുകൊണ്ട് കുടുംബത്തോടുണ്ടാവാസം പോലീസ് സ്റ്റേഷൻ നടത്തിയത്. അതുപോലെ എല്ലാവർക്കും അതിന്റെ കിട്ടുന്ന ആശംസകൾ നേരുന്നു. സാറിനെ ആ സമയത്ത് കുറെ ധാരാളം കുറെ കുട്ടികൾക്ക് ചെയ്താലും ഇന്ന് മാത്രം ആശംസിക്കാൻ കഴിയുന്നത് മറ്റു കുറെ കാര്യമില്ല. കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഈ ചടങ്ങിനെ അനുസരിച്ചത് ബഹുമാനപ്പെട്ട IP മറ്റു സാറിനെ അദ്ദേഹത്തെ അവർ ചടങ്ങിൽ നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ചടങ്ങിലെ വഴിമാറി വന്നു
ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.